ഇന്ന് നമ്മൾക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. മുളക് ചമ്മന്തി ഉണ്ടാക്കാം. എന്താണ് കാണണ്ടേ നമുക്ക്? ഇന്ന് നമുക്ക് മുളക് ചമ്മന്തിയാണ്. വായോ, ഞാൻ കാണിച്ചു തരാം. മുളക് ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങിയാലോ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ്. നമ്മുടെ മുളക് മുളകൊക്കെ നമ്മൾ ഒന്ന് വറുക്കുന്നു. കരിയാതെ വറുക്കണം. കരിയാതെ ഇങ്ങനെ വറുത്തെടുക്കണം, ചുട്ടെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഗ്യാസിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടൊക്കെയാണ് ചെയ്യണത് ചിലവർ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കൂടെ ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 കഷ്ണം വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി, ഉള്ളി, വേപ്പില, കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലത്തിൽ പുളി, ഇത്തിരി പുളി, ഉപ്പും മുന്നിട്ട് നിൽക്കണം. ഞാൻ ഉപ്പും കൂടെ ചേർക്കണം, കല്ലുപ്പ്. എന്നിട്ട് ഇങ്ങനെ ഇതിൽ ചൂടാക്കട്ടെ. ഈ ചമ്മന്തി ഉണ്ടല്ലോ, കുറച്ച് തൈരും കൂടി ചേർത്ത്, കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിലേ ഊണ് കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. വേറെ കറി ഉണ്ടെങ്കിലും കഴിക്കരുത്, ഇത് മാത്രം ചേർത്ത് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ചമ്മന്തി റെഡി. ഇതാ ചുട്ടരച്ച ചമ്മന്തി, കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്തു. വയോ, കഴിക്കാം. ഇതിങ്ങനെ കൈ കൊണ്ട് കുഴക്കണം, സ്പൂണൊന്നും പറ്റില്ല. കണ്ട, സ്പൂണൊക്കെ എടുത്ത് മാറ്റി വെക്കാം നമുക്ക്. സ്പൂണൊന്നും വേണ്ട. ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ച്, കണ്ട, ചോറ് കഴിക്കാൻ പോണു ഞാൻ. ചോറിലിട്ട് കുഴച്ച് എനിക്ക് വായിൽ വെള്ളം വരണം. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നല്ല ടേസ്റ്റ്. പുളി, ഉപ്പ്, വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, എനിക്ക് ആ പുളിയും ഉപ്പുമൊക്കെ ഇഷ്ടമാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. അടിപൊളി. ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കും ചമ്മന്തി, എനിക്കറിയാം. പക്ഷേ ഇതുപോലത്തെ ഒരു ചമ്മന്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി തൈരും കുറച്ച് 2-3 പപ്പടവും വറുക്കും. ഉച്ചക്കത്തെ ലഞ്ച് അതായിക്കോട്ടെ. ഓക്കെ.